മോദി വിശ്വഗുരു ആണെന്നാണല്ലോ ഭക്തന്മാർ അവകാശപ്പെടുന്നത്. അമേരിക്കയിലും ലോകത്തെല്ലായിടത്തും മോദിക്ക് വേണ്ടി പെരുമ്പറ മുഴക്കുകയാണെന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ അതേ നാവുകൊണ്ട് തന്നെ ചിലപ്പോൾ പറയും അമേരിക്കയും രാഹുലും ചേർന്ന് മോദിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്ന്. ഇത്രയേറെ പെരുമ്പറ മുഴക്കുന്ന വിശ്വഗുരു അമേരിക്കയിൽ വന്നിറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡനും ഭാര്യ ജിൽ ബൈഡനും എയർപോർട്ടിൽ നേരിട്ടെത്തുമെന്ന് ന്യായമായും വിശ്വസിക്കാം. അതും അമേരിക്കയിൽ എത്തിയത് ഔദ്യോഗിക പരിപാടികൾക്ക് വേണ്ടിയാണെന്ന കാര്യം പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ചും. ഇതാ മോദി ഫിലഡൽഫിയയിൽ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ. അദ്ദേഹം ആരെയൊക്കെയോ കൈവീശി കാണിക്കുന്നുണ്ട്. അതും അങ്ങ് മേലോട്ട് നോക്കി. ഈ മേലെ നോക്കി കൈവീശാൻ ആരാണുള്ളതെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അത് പോകട്ടെ, അത് അദ്ദേഹത്തിന്റെ സ്ഥിരം കലാപരിപാടിയാണെന്ന് വയ്ക്കാം. പ്ലെയിൻ ഇറങ്ങുമ്പോൾ താഴെ ജോ ആൻഡ് ജിൽ വിശ്വഗുരുവിനെ സ്വീകരിക്കാൻ ഉറപ്പായി നിൽക്കുന്നുണ്ടാവും. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ജോയുമില്ല, ജില്ലുമില്ല. അറ്റ്ലീസ്റ്റ് കമല ചേച്ചിയെങ്കിലും ഇടണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയാണ്. സെക്രട്ടറി ബ്ലിങ്കനെയെങ്കിലും അയക്കാമായിരുന്നു. എന്റെ അങ്കിൾ ജോ. ആകെ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മാത്രം. ഇത് അമേരിക്കൻ ഇന്ത്യക്കാരെ കാണാൻ വന്ന പരിപാടിയല്ല, മറിച്ച് ഔദ്യോഗിക പരിപാടികളായ കാർഡ് സമ്മിറ്റിലും UN ജനറൽ അസംബ്ലി മീറ്റിംഗിലും പങ്കെടുക്കാൻ എത്തിയിട്ട് ഇങ്ങനെ അപമാനിക്കാമോ? ഏതായാലും മോദി എത്തുമ്പോൾ എപ്പോഴും അറേഞ്ച് ചെയ്യുന്ന പതിവ് കലാപരിപാടിയായ മോദി 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 ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വിളിക്കുന്ന എല്ലാവരുടെയും കഴുത്തിൽ തങ്ങളെ മോദിക്ക് വേണ്ടി മോദി മോദി വിളിക്കാൻ കൊണ്ടുവന്നവരാണ് എന്ന് തെളിയിക്കുന്ന ടാഗ് കെട്ടിത്തൂക്കിയിരിക്കുന്നത് കണ്ടോ? മോദി മോദി എന്ന് വിളിക്കുന്ന അമ്മായിയോടും അമ്മാവനോടും എനിക്ക് ചോദിക്കാനുള്ളത്, അമേരിക്കയിൽ കിടന്ന് മോദി മോദി വിളിക്കാതെ എന്തുകൊണ്ട് മോദി സ്വർഗരാജ്യമാക്കിയിരിക്കുന്ന ഇന്ത്യയിലേക്ക് വന്നുകൂടാ? മോദിയുടെ വീക്ഷിത് ഭാരത്, അയ്യോ സോറി, എനിക്ക് എപ്പോഴും തെറ്റിപ്പോകും, നാക്കിന്റെ കുഴപ്പമാ, ക്ഷമിച്ചേക്കണം. ഞാൻ ഉദ്ദേശിച്ചത് മോദിയുടെ വികസിത ഭാരതത്തിലേക്ക് എന്നാണ്. അത് രാമരാജ്യമായ UP-യിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അല്ലെങ്കിൽ മധ്യപ്രദേശ്, ബീഹാർ, ഒറീസ, ഹരിയാന എന്നീ സ്റ്റേറ്റുകളിലേക്ക്. അല്ലെങ്കിൽ കുറയ്ക്കേണ്ട, ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യമായ ഗുജറാത്തിലേക്ക് തന്നെ വന്നോളൂ. അങ്ങനെ ആവുമ്പോൾ ഈ മോദി മോദി വിളിക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് തെളിയിക്കുകയും മോദിക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ. ഇനി ഈ മോദി മോദി വിളിക്കുന്നവരുടെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്ന ഒരു ക്ലിപ്പ് കണ്ടോളൂ. മോദി 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 മോദി. पता है, मोदी जी का कहना है कि अमेरिका में जितने भी मोदी जी के फैन NRI हैं, मोदी जी उन सबको वापिस भारत लेकर जाएंगे. മോദി അമേരിക്കയിലേക്ക് വരുന്നതിനെതിരെ ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന സംഘടന വലിയ പ്രതിഷേധ പ്രകടനമാണ് ന്യൂയോർക്കിൽ 22-ാം തീയതി ഞായറാഴ്ച നടത്തുന്നത്. അവരുടെ ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് മോദി നിങ്ങൾക്ക് ന്യൂയോർക്കിലേക്ക് സ്വാഗതമില്ല എന്നാണ്. രാഹുലാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് മോഡി ക്ലാൻസ് പറയുന്നത്. രാഹുലിന് ഇത്രയും പിടിപാട് അമേരിക്കയിലുണ്ടോ? 2019 ട്രംപിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് അബ് കി ബാർ ട്രംപ് കി സർക്കാർ എന്ന് മോഡി പറഞ്ഞതിന്റെ ഞെട്ടൽ ട്രംപിന് ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു രാജ്യത്ത് എന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് 100% തെറ്റായ കാര്യമാണെന്ന് ആരോട് പറയാനാണല്ലേ? അന്നത്തെ മോദിയുടെ അത്യുജ്വലമായ ഇംഗ്ലീഷ് പ്രസംഗം കേട്ടുകൊള്ളൂ. Much for the United States and for the world. The words of candidate Trump, ab ki baar Trump sarkar, rang loud and clear, and his celebration of Diwali in the White House lit up millions of faces. ദേവി ഇതിന്റെ അർത്ഥം എന്നോട് ചോദിക്കരുത്, ഒന്നും മനസ്സിലായില്ല. താൻ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ സംഭവിച്ചതുപോലെ അബ് കി ബാർ 400 പാറിച്ചതുപോലെ തന്നെയാണ് പിന്നീട് ട്രംപിന്റെ ഇലക്ഷനിലും സംഭവിച്ചത്. അതുവരെ വിജയിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന എല്ലാ അഭിപ്രായ സർവേകളിലും മുന്നിൽ നിന്നിരുന്ന ഡൊണാൾഡ് ട്രംപ് ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മോദി അമേരിക്കയിലേക്ക് വരുന്നു എന്ന് കേട്ട് ട്രംപിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഡോക്ടർമാർ പറഞ്ഞത് എന്നാണ് കേൾക്കുന്നത്. അസൂയക്കാർ പറയുന്നത് മോദി അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോകാതെ പുറത്തിറങ്ങില്ലെന്നും പറഞ്ഞ് ട്രംപ് ഒരു മുറിയിൽ അടച്ചിരിക്കുകയാണ് എന്നാണ്. ട്രംപിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ പനൗത്തി അഥവാ ദുശകനം എന്ന് പറയുന്നത് വെറും അന്ധവിശ്വാസമാണ്. മുൻപ് ഡൊണാൾഡ് ട്രംപിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള മോദിയുടെ ഇംഗ്ലീഷിലുള്ള അത്യുജ്വലമായ ഈ പ്രസംഗം രാജ്യത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തി എന്ന് പറയാതെ വയ്യ. My friend, India's friend, the president of
the United States of America, Mr. Donald Trump. ആഹാ, എത്ര സുന്ദരമായ ഇംഗ്ലീഷ്. മൈ ഫ്രണ്ട് ഡോണൾഡ് ട്രംപ്. അമേരിക്കൻ ആക്സന്റിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി നമ്മൾ ഇന്ത്യക്കാർ പറയുന്ന പോലെ ഡൊണാൾഡ് ട്രംപ് എന്നെങ്കിലും പറയാമായിരുന്നു. ഇനിയും മോദിയുടെ ഒരു കെട്ടിപ്പിടുത്തം കൂടി സഹിക്കാനുള്ള ശേഷി ട്രംപിനില്ലത്രേ. അതുതന്നെയാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക്കിനും സംഭവിച്ചത്. മോദി കെട്ടിപ്പിടിച്ചു, സുനാക് 8 നിലയിൽ പൊട്ടി. ക്വാഡ് സമ്മിറ്റിലെ മോഡിയുടെ സമാനതകളില്ലാത്ത ഇംഗ്ലീഷ് പ്രസംഗം കേട്ടുകൊള്ളൂ. President Biden, प्रधानमंत्री किशिदा, Prime Minister Kishida, और प्रधानमंत्री and Prime Minister Albanese. मेरे तीसरे कार्यकाल के It शुरुआत gives में ही me immense pleasure to क्वाड समिट में मित्रों के participate साथ at की this 20वीं Quad वर्षगांठ को Summit मनाने की today मुझे with बहुत friends. खुशी हो रही है। Very राष्ट्रपति early बाइडेन on in my ने third क्वाड की term, 20वीं वर्षगांठ को मनाने की there विल्मिंगटन cannot से be राष्ट्रपति a बाइडेन better बेहतर जगह नहीं हो सकती। ഇവിടെ ബൈഡന്റെ പ്രസംഗം കഴിഞ്ഞ് മോദിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രസംഗിക്കാൻ ക്ഷണിക്കേണ്ട സന്ദർഭമാണ്. So I want to thank you all for being here. And now, who am I introducing next? Who's next? Distinguished guests, the Prime Minister of the Republic of India. അങ്കിൾ ജോ അടുത്തത് എന്താണെന്ന് പക്ഷെ മറന്നുപോയി. ഹൂ ഈസ് നെക്സ്റ്റ്? ആരാണ് അടുത്തത്? അടുത്തത് ആരാണ് എന്ന് ഒരു അന്തവും കുന്തവും ഇല്ലാതെ ചോദിക്കുകയാണ്. ബൈഡനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ വിശ്വഗുരുവിന്റെ കാര്യം മറന്നുപോയത്. അടുത്തത് ആരാണ് എന്ന് അലറി വിളിച്ചത് ഞങ്ങൾ മന്ദഭക്തന്മാർ ഒരിക്കലും ക്ഷമിക്കില്ല. നോട്ട് ഗുഡ് ജോ, നോട്ട് ഗുഡ്. ഒരു കാര്യം ഉറപ്പാണ്, മോദി അമേരിക്കയിൽ ചെന്ന് ഇന്ത്യക്കാരുടെ ആട്ടവും പാട്ടും കണ്ട് ടെലിപ്രോംപ്റ്റർ നോക്കി ബ്ലാ ബ്ലാ പറയാൻ ഇപ്രാവശ്യം ശ്രമിക്കുകയില്ല. കാരണം രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്ന് സംവാദങ്ങൾ നടത്തുന്നതും യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നതും ഇന്റർനാഷണൽ പ്രസ് ക്ലബ്ബുമായി സംസാരിക്കുന്നതുമെല്ലാം അമേരിക്കക്കാരുടെ ഇടയിൽ രാഹുലിന്റെ മതിപ്പ് വളരെയേറെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ രാഹുൽ പപ്പു ആണെന്ന് മോദിക്ക് തെളിയിക്കണമെങ്കിൽ രാഹുലിനെ വെല്ലുന്ന പ്രകടനം ഹൈ കാലിബറിലുള്ള വിദ്യാർത്ഥികളുടെ മുന്നിലും ഇന്റലക്ച്വൽസിന്റെ മുൻപിലും മോദിക്ക് പ്രകടിപ്പിച്ചേ മതിയാവൂ. അല്ലാതെ പതിവ് പോലുള്ള മോദിയുടെ മണ്ടന്മാരെ മാത്രം ആഹ്ലാദിപ്പിക്കുന്ന മോദി മോദി വിളികളും പാട്ടും കൂത്തും ടെലിപ്രോംപ്റ്റർ നോക്കിയുള്ള ബ്ലാബ്ലായും വിവേകമുള്ള ഇന്ത്യക്കാരുടെ മുന്നിൽ ഇനി ചെലവാകില്ല. പണ്ട് നെഹ്റു അമേരിക്കയിൽ ചെന്നപ്പോഴുള്ള സ്വീകരണം കണ്ടോളൂ. ഒരു NRIകളുമില്ല, മുൻകൂട്ടി അറേഞ്ച് ചെയ്ത ഭക്തരില്ല. ആയിരക്കണക്കിന് അമേരിക്കൻ ജനത റോഡിന് ഇരുവശവും നിന്ന് നെഹ്റുവിനെ ഒരു നോക്ക് കാണാൻ തിക്കിത്തിരക്കുകയാണ്. ഈ ക്വാഡ് സമ്മിറ്റിൽ പങ്കെടുക്കാനെത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസോ, ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷീദയോ, ഓസ്ട്രേലിയൻ അമേരിക്കൻസോ ജാപ്പനീസ് അമേരിക്കൻസോ നടത്തുന്ന കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടികൾ പോലും നടത്തിയിട്ടില്ല എന്ന് ഉറപ്പാണ്.